അള്ളാഹുവിനോടുള്ള ശുക്ർ അത് നന്നേ കുറഞ്ഞു പോയത് കൊണ്ടാണ് രോഗങ്ങളെ കൊണ്ട് അള്ളാഹു നമ്മെ പരീക്ഷിക്കുന്നത്. അള്ളാഹുവിനോടുള്ള ശുക്റാണ് നല്ല നല്ല മജാലിസുകൾ പങ്കെടുക്കുക, ദിക്ർ ചൊല്ലുക, അള്ളാഹുവിനെ എപ്പോഴും സ്മരിക്കുക, അള്ളാഹു സ്മരിച്ച മഹാന്മാരെ സ്മരിക്കുക, അതിൽ പങ്കെടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദിക്റുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നതിനനുസരിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ ഓരോ കസ്വത്തുകൾ, ഓരോ ഹൃദയത്തിന്റെ കറകൾ ഇങ്ങനെ അരിഞ്ഞ് 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 ഇല്ലാതായി അത് നല്ല പ്രകാശപൂരിതമാകാൻ ഈ ദിക്റുകളെ കൊണ്ട് നമ്മളെ സഹായിക്കും. അതാണ് നാം ഒരുമിച്ച് നമുക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ ദിക്റുകൾ ചെല്ലുന്നതിന് ഒരു പരിധി ഉണ്ടായതുകൊണ്ട് ഇജ്മാഅായി ചെല്ലുമ്പോ അതിനൊരു ഭംഗി കൂടുതലുണ്ട്. അതിനാണ് നമ്മൾ ഒരുമിച്ചിരുന്നു കൊണ്ട് ദിക്ർ ചെല്ലാൻ സഹായകമാകുന്ന രൂപത്തിൽ ഈ മജാലിസുകളൊക്കെ സംഘടിപ്പിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചെല്ലാൻ വേണ്ടി മഹാന്മാരൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇബ്നുൽ ജൗസി പറയുന്നു, ഇൽമു അന്നഹു മാ മിൻ അബ്ദിൻ മുസ്ലിമിൻ അക്സറ സ്വലാത്ത് അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ മനസ്സിലാക്കണേ എന്റെ മുഅ്മിനീങ്ങളെ, നിശ്ചയമായ മുഅ്മിനെ മുസ്ലിമായ ഓരോ അടിമയും അവൻ സ്വലാത്തിനെ പെരുപ്പിച്ചു കൊള്ളട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്ത് തന്നെ പെരുപ്പിക്കട്ടെ. ഇല്ലാ നവ്വറല്ലാഹു ഖൽബഹു. ആ സ്വലാത്ത് മതി അവന്റെ ഹൃദയത്തിനെ പ്രകാശപൂരിതമാക്കാൻ, വഗഫറ ദംബഹു അവന്റെ ദോഷങ്ങൾ പൊറുക്കാൻ, വശറഹ സദ്റഹു അവന്റെ ഹൃദയത്തിന് വിശാലത കിട്ടാൻ, വയസ്സിറ അംറഹു അവന്റെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കാൻ അത് മതി. ഫഗ്ഫിറു മിനസ് സ്വലാത്തി അലൈഹി ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് പെരുപ്പിച്ചോളൂ. ലഅല്ലാഹു യജ്അലകും മിൻ അഹ്ലി മില്ലത്തിഹി. അങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവിടുത്തെ ഉമ്മത്തിൽപ്പെടാൻ അത് മതിയാകും. വയസ്തഅമിലകും ബിസുന്നതിഹി അവിടുത്തെ സുന്നത്ത് കൊണ്ട് അമൽ ചെയ്യാൻ അത് മതിയാകും. വയജ്അലുഹു റഫീഖുനാ ജമീഅൻ ഫീ ജന്നതിഹി ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ അത് മതിയാകും. ഒന്നും ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ ഒരു സ്വലാത്തെങ്കിലും ചൊല്ലിയാൽ രക്ഷപ്പെടുമെന്ന് പണ്ഡിതന്മാരെ പറയണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ ഹബീബ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രയും നമ്മുടെ ഉമ്മത്തിന് വേണ്ടി സ്നേഹിച്ച മറ്റൊരു നേതാവ് നമുക്ക് കാണാൻ കഴിയില്ല. വഫാത്തിന്റെ സമയത്ത് പോലും ഈ ഉമ്മത്തിന് വേണ്ടി കരഞ്ഞ മറ്റൊരു നേതാവ് എവിടെയുണ്ട്? നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ മുത്തനബിയെ നമ്മളെ മഹബത്ത് വെച്ച് ആ മുത്തനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല